നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ഗൗതം, 28 വയസ്സ്, ഉത്രം നക്ഷത്രം, 5'11" ഹൈറ്റ്, 92 kg വെയിറ്റ്, മാസ്റ്റേഴ്സ് ഇൻ ഗ്ലോബൽ മാർക്കറ്റിംഗ്. വളരെ പ്രശസ്തമായ ന്യൂസിലാൻഡിലുള്ള വിക്ടോറിയ യൂണിവേഴ്സിറ്റി വെല്ലിംഗ്ടൺ, ഇവിടെ നിന്നാണ് മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. BCom SCMS കളമശ്ശേരി എന്നാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ MS ന്യൂസിലാൻഡിൽ നിന്ന്, BCom കളമശ്ശേരിയിൽ നിന്ന്. ഇപ്പം ന്യൂസിലാൻഡിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ജോലിയും കിട്ടി. ഇപ്പം ന്യൂസിലാൻഡിലാണ് അദ്ദേഹം. അച്ഛൻ മനോഹരൻ നായർ, അബുദാബിയിൽ ബിസിനസ്സാണ് അദ്ദേഹത്തിന്. അമ്മ മിനി നായർ. ഒരു ബ്രദറുണ്ട്. ബ്രദർ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റാണ്. എറണാകുളത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവരുടെ മിസ്സസ് വന്നിട്ട് കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യനാണ്. അവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് എറണാകുളത്ത്. ഒരു അപ്പർ ക്ലാസ് ഫാമിലിയാണ്. എറണാകുളത്തെ എടപ്പള്ളിയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അച്ഛൻ്റെ ബിസിനസ് അബുദാബിയിലായതുകൊണ്ട് അമ്മയും അച്ഛനൊക്കെ അബുദാബിയിലാണ്. ഈ കുട്ടി മാത്രം ന്യൂസിലാൻഡിലാണ്. അപ്പോൾ നാളെ ആ ബിസിനസ് നോക്കാനായിട്ട് ചിലപ്പോൾ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ന്യൂസിലാൻഡിൽ നിന്ന് അബുദാബിയിലോട്ട് മാറാനുള്ള ചാൻസ് ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൗതമിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ ഗൗതമിനെ കുറിച്ച് പറയാം. ഗൗതം 28 years, 28 വയസ്സ്, ഉത്രം നക്ഷത്രം, 5'11" ഹൈറ്റ്, 92 kg വെയിറ്റ്, മാസ്റ്റേഴ്സ് ഗ്ലോബൽ മാർക്കറ്റിങ്ങിലാണ്. സബ്ജക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിംഗ്, വിക്ടോറിയ യൂണിവേഴ്സിറ്റി വെല്ലിംഗ്ടൺ, ന്യൂസിലാൻഡ്, അവിടെ നിന്നാണ് പാസ്സായിരിക്കുന്നത്. BCom SCMS കളമശ്ശേരിയിൽ നിന്ന്. അച്ഛൻ അബുദാബിയിൽ ബിസിനസ്സാണ്. അമ്മ മിനി നായർ, അവരും അച്ഛൻ്റെ കൂടെ തന്നെ അബുദാബിയിലാണ്. എറണാകുളത്തെ എടപ്പള്ളിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രദറുണ്ട്. അവർ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അവരുടെ മിസ്സസ് വന്നിട്ട് കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു എറണാകുളത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ഗൗതമിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും ആവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. വിവാഹപ്രായം എത്തിയ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അച്ഛനമ്മമാർക്ക് കുറച്ച് ടെൻഷനാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് ടെൻഷനാണ്. ചെറിയ തോതിലൊക്കെ ടെൻഷൻ വേണം, പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ കാര്യത്തിലും ടെൻഷനാവുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു 2-3 ടിപ്സ് പറഞ്ഞിട്ട് ഇവിടെ നിർത്താം. ഒന്ന്, കല്യാണപ്രായം എത്തിയ അല്ലെങ്കിൽ വിവാഹം നോക്കണം എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ ആ കുട്ടിയുമായിട്ട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ എന്ന് ചോദിക്കുക. പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. ഒന്ന്, ക്വാളിഫിക്കേഷൻ ഇന്നതാവണം, ഹൈറ്റ് ഇത്ര വേണം, ഇന്ന ലൊക്കേഷൻ ആയാൽ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് 100% ഒന്നും മീറ്റ് ആവില്ലെങ്കിൽ പോലും നന്നായിട്ടൊന്ന് സംസാരിക്കുക. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ആ കുട്ടി പറയുക, എനിക്ക് ആൾറെഡി ഒരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും പല വീടുകളിലും കുട്ടികൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല, പേടിച്ചിട്ട്.
അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, ആകെ ഒരു പേടിയായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഉണ്ടാകാം, അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബക്ഷേത്രമായിരിക്കാം, എന്തോ ആവട്ടെ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് നന്നായിട്ട് പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2-3 വട്ടമെങ്കിലും അത് വായിച്ച് നോക്കണം. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്താണ് എഴുതി വച്ചിരിക്കണമെന്നുള്ളത്. ഒരാൾക്കും വായിക്കുന്ന സമയത്ത്, അതായത് മറ്റുള്ള രക്ഷിതാക്കൾ വായിക്കുന്ന സമയത്ത് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലാവരുത് അത് വായിക്കുമ്പോൾ. എന്താണ് പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ജാതകത്തിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതുക. ഹോറോസ്കോപ്പ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുറിപ്പ് അല്ലെങ്കിൽ ഹോറോസ്കോപ്പിൻ്റെ കോപ്പി ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. പക്ഷേ പ്രൊഫൈലിൽ കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ. ഏത് കോളേജിൽ നിന്ന് പാസ്സായി, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി, എന്തായിരുന്നു സബ്ജക്റ്റ്, ഇന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്കൂൾ തൊട്ട് കോളേജ് വരെയുള്ളതൊക്കെ കൊടുക്കുക. എഡ്യൂക്കേഷൻ അപ്പം മസ്റ്റായിട്ട് കാട്ടണം എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ജോലി, എവിടെയാണോ ജോലി ചെയ്യുന്നത്, എന്താണ് ഡെസിഗ്നേഷൻ, എത്ര രൂപ സാലറി ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് കാട്ടാൻ ശ്രമിക്കുക. സാലറി ഒക്കെ കാട്ടുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആളുകളും ടേക്ക് ഹോം സാലറി അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന സാലറിയാണ് കാട്ടുന്നത്. യഥാർത്ഥത്തിൽ കയ്യിൽ കിട്ടുന്ന സാലറി അല്ല നമ്മളുടെ യഥാർത്ഥ സാലറി. നമ്മുടെ സാലറി വന്നിട്ട് CTC എന്ന് പറയും, കോസ്റ്റ് ടു കമ്പനി. അതാണ് നമ്മളുടെ സാലറി. അത് എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫുള്ളായിട്ട് എഴുതുക. അതായത് PF ഉണ്ടാവാം, ഗ്രാറ്റുവിറ്റി ഉണ്ടാവാം ഇന്ത്യയിലാവുമ്പോൾ, അല്ലെങ്കിൽ പുറമേയുള്ള കുട്ടികളാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറേ അവർക്കുണ്ടാവും. പല സാധനങ്ങളും കമ്പനി കൊടുക്കുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം അതിനെ ഒരു പൈസ രൂപത്തിലോട്ട് കൺവേർഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം സാലറി ആയിട്ട് കാട്ടേണ്ടത്. അടുത്തത്, സാലറി കാര്യങ്ങളെല്ലാം കാട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്രൊഫൈൽ ഏകദേശമൊക്കെ വേണ്ട കാര്യങ്ങൾ, ഹൈറ്റ്, വെയിറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, ഈ വക കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന ഒരു സൈറ്റായിരിക്കണം. അത് നന്നായിട്ട് ചോദിക്കുക അവരോട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ചിലർക്ക് വിവാഹം ശരിയായി കഴിഞ്ഞാൽ ഇത്ര പൈസ കൊടുക്കണമെന്ന് പറയും. ചിലർക്ക് അതിൽ മുന്നേ രജിസ്ട്രേഷൻ ടൈമിൽ എത്ര വലിയ പൈസകൾ പറയും. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരു കാരണവശാലും ഇതുമ്പോഴൊന്നും ഒരു വഴക്കോ ഒന്നും ഉണ്ടാവരുത്. നല്ല രീതിയിൽ തന്നെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈലുകൾ കിട്ടുവാൻ തുടങ്ങും. പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മക്കളെ കാട്ടുക. അവരുമായിട്ട് ആ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഫോട്ടോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുക. ഫോട്ടോ കാര്യങ്ങളെല്ലാം കാട്ടി കുട്ടികൾക്ക് ഓക്കെയാണ്, ശരി നോക്കിക്കളയാം എന്നൊരു തീരുമാനമെടുത്താൽ 2, 3, 4, 5 ജോത്സ്യൻ്റെ അടുത്ത് പോകണം. അതായത് എന്തിനാണ് ഇത്ര അധികം ആളുകളുടെ അടുത്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജോത്സ്യൻ നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജോത്സ്യനെ കാട്ടുക. അങ്ങനെ ഒരു 5 പേരെടുത്തെങ്കിലും പോവുക. ഈ 5 പേരും നോന്ന് പറഞ്ഞാൽ പിന്നെ ജാതകം മസ്റ്റായിട്ട് നോക്കണം എന്നുള്ളവർ ഒരിക്കലും പിന്നെ നോക്കണ്ട. ജാതകം നോക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും 3, 4, 5 ഏതെങ്കിലും ഒരു ജോത്സ്യം നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. ഇനി ജാതകം ഓക്കെ, ഫാമിലി, കുട്ടികൾ, അവർക്കൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, നോർമലി പെണ്ണ് കാണൽ ചടങ്ങാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പ്. പെണ്ണ് കാണൽ ചടങ്ങിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാടിക്കയറി പോകരുത്. കുട്ടികൾ തമ്മിൽ
കുറച്ച് ദിവസമെങ്കിലും അവർ വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പോകാവൂ. പെണ്ണ് കാണൽ ചടങ്ങ് തന്നെ പുറത്ത് വെച്ച് കാണുകയാണ് അഭികാമ്യം. പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് കൃത്യമായിട്ട് കുട്ടികൾ പറയും, എനിക്ക് വേറെ ബന്ധമുണ്ട്, ഇത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നീ വേറെ നോക്കിക്കോളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്നത്ര പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ വാട്സപ്പ് ചാറ്റും അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, മെഡിസിൻ, അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ എന്നുള്ളത്, ബാങ്കിങ് ലോൺസ്, EMI എത്രയുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം കുട്ടികൾ തമ്മിൽ സംസാരിക്കണം. ആദ്യം സംസാരിക്കേണ്ടത് വല്ല ലവ് അഫെയറും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അങ്ങ് ചോദിക്കണം. അതുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാവൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന അച്ഛനമ്മമാർക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു റിട്ടയർഡ് ലൈഫ്, കുട്ടികളുടെ ദാമ്പത്യ ജീവിതം, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതമൊക്കെ ഒരു നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കഴിയാവുന്നത്ര. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.